നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM വലിയ രീതിയിൽ പ്രചരണമായിട്ട് കൊണ്ടുവന്ന ഒരു വിഭാഗമാണ് സോഷ്യൽ മീഡിയ. സൈബർ പ്രചരണത്തിന് ഇത്തവണ CPM വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് കൊടുത്തത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് UDF-നെതിരെ, പ്രത്യേകിച്ച് UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് CPM-ന്റെ സൈബർ വിങ് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പ്രവർത്തിക്കുന്നത്. അവർ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് VD സതീശനെ തന്നെയാണ്. CPM-ന്റെ ഇത്തരത്തിലുള്ള സൈബർ പോരാട്ടങ്ങൾക്ക്, സൈബർ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുതിർന്ന മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള MP നികേഷ് കുമാറാണ്. അദ്ദേഹം 2024-ൽ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയ ശേഷം അദ്ദേഹത്തെ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരു ക്ഷണിതാവായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഓരോ ചുമതലകൾ പാർട്ടി കൊടുക്കുന്ന കാശ് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM-ന്റെ സൈബർ വിങ്ങിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നതാണ്. നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സൈബർ വിങ്ങിൽ ശക്തമായ ഒരു ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. നികേഷ് കുമാറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ് അതിന് കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നികേഷ് ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. അദ്ദേഹം തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചുകൊണ്ട് മുതിർന്ന 3 മാധ്യമപ്രവർത്തകർ സൈബർ വിങ്ങിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പിന്മാറിയവർ അങ്ങനെ ചെറിയ ആളുകളൊന്നുമല്ല. ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർമാരായിട്ട് പ്രവർത്തിച്ചിരുന്ന 3 മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്. നികേഷ് കുമാറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് CPM-ന്റെ സൈബർ വിങ്ങിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ തനിക്കുള്ള അതൃപ്തി പാർട്ടിയെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, നികേഷ് കുമാർ ഒരു ഈ പറയുന്ന പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന ശേഷം അദ്ദേഹത്തെ കൂടുതലും പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദനാണ്. നേരത്തെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന UDF-ന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീല ട്രോളി ബാഗ് വിവാദം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്നതും ഈ പറയുന്ന നികേഷ് കുമാർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഒരു തന്ത്രമായിരുന്നു ആ നീലപ്പെട്ടി വിവാദം. അതൊക്കെ തന്നെ പൊളിഞ്ഞ പാളിസാകുന്ന കാഴ്ച കണ്ടു. പിന്നീട് ഇപ്പോൾ ഈ പൂർണ്ണമായ സമയ സൈബർ വിങ്ങിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടത്തുന്ന പ്രചരണങ്ങളും, സൈബർ വിങ്ങിന്റെ ഓരോ പ്രചരണങ്ങളും പൊളിഞ്ഞ് പാളിസാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് MP ഗോവിന്ദൻ നയിച്ച വടക്കൻ മേഖലാ ജാഥയിൽ, വികസന മുന്നേറ്റ ജാഥ എന്ന പേരിൽ നടത്തിയ LDF-ന്റെ വടക്കൻ മേഖലാ ജാഥയിൽ ചില കാര്യങ്ങൾ ഉണ്ടായി. അതിൽ ഒന്നാമത്തേത് ഒരു സ്വീകരണ സ്ഥലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ MP ഗോവിന്ദന് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്. അതിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ CPM അണികളും നേതാക്കളും എല്ലാം അവകാശപ്പെട്ടത് ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ സ്വമേധയാ പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയതാണ് എന്നാണ്. എന്നാൽ അതിന് പിന്നാലെ ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ മുദ്രാവാക്യം വിളിച്ച് പഠിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്ന് അങ്ങനെ അത് ഒരു ചീഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ വെച്ച് ഈ സ്വീകരണ ജാഥയ്ക്കിടയിൽ ഒരു വയോധികനായിട്ടുള്ള ആള്, മൊയ്തീൻ എന്ന് പറയുന്ന വയോധികൻ, അദ്ദേഹം സ്റ്റേജിൽ കയറി വരികയും തന്റെ പോക്കറ്റിൽ നിന്നും 2000 രൂപ 500-ന്റെ 4 നോട്ടുകൾ എടുത്ത് MP ഗോവിന്ദന്റെ കയ്യിൽ കൊടുക്കുകയും നിങ്ങൾ തന്നെ തുടരണം, നിങ്ങൾ തുടർന്നാലേ ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ, UDF വന്നാൽ ക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്നൊക്കെ പറഞ്ഞ് MP ഗോവിന്ദന്റെ കയ്യിൽ കൊടുക്കുന്നു. പിന്നീട് MP ഗോവിന്ദൻ ആ തുക തിരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. ഞാൻ സ്വീകരിച്ചു എന്ന് കണക്കാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതും വലിയ രീതിയിൽ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു. വലിയ രീതിയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലയിൽ അത് പ്രചരിപ്പിച്ചതാണ്. എന്നാൽ പിന്നീട് അതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു. ഈ മൊയ്തീൻ എന്ന് പറയുന്ന ആള് തന്നെ ഇത് തന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്, CPM-ന്റെ നേതാക്കൾ പറഞ്ഞ് ഒരു നാടകം ക്രിയേറ്റ് ചെയ്തതാണെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ആ വിഷയവും പൊതുസമൂഹത്തിന് മുന്നിൽ പൊളിഞ്ഞ് CPM പാർട്ടി തന്നെ നാണം കെടുന്ന ഒരു കാഴ്ച കണ്ടു. കൂടാതെ മുഖ്യമന്ത്രി അമ്പൂരിയിൽ നടത്തിയ ഒരു പാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ പാർട്ടി അംഗത്തിന്റെ നേർക്ക് വനിത ഒരു ആവശ്യം മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് ചെന്ന് ഉന്നയിക്കുന്നുണ്ട്. അത് സെൽഫി എടുക്കണമെന്നുള്ളൊരു ആവശ്യമാണെന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഒരു ആവശ്യവുമായിട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനെയും ന്യായീകരിക്കാനായിട്ട് CPM-ന്റെ സൈബർ വിഭാഗം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അത് അങ്ങനെയൊന്നുമല്ല എന്ന് പ്രചരിപ്പിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾ വിഫലമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ
കൊല്ലം ജില്ലയിലെ കുണ്ട്ര മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള PC വിഷ്ണുനാഥിനെ അധിക്ഷേപിക്കാനായിട്ട് ഒരു CPM-ന്റെ പ്രവർത്തകയായിട്ടുള്ള കശുവണ്ടി തൊഴിലാളിയെ രംഗത്തിറക്കി ആ ഒരു നാടകവും PR നാടകവും പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ സൈബർ വിഭാഗം നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ എതിരാളികളെ വിമർശിക്കാൻ അല്ലെങ്കിൽ എതിരാളികളെ തുറന്നു കാട്ടാനായിട്ടും നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് തിരിഞ്ഞുകുത്തുന്ന ഒരു കാഴ്ചയാണ് CPM-ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനുഭവം. അതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. CPM-ന്റെ സൈബർ വിങ് അത്ര ശക്തമല്ല, അവരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന വിമർശനം ഏറെ കാലമായിട്ട് തന്നെ ഉണ്ട്. നമുക്കറിയാം MV നികേഷ് കുമാർ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടിയിട്ട് അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ്. അന്ന് അദ്ദേഹത്തിന്റെ പ്രചരണ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു കിണറ്റിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രചരണം, അത് വീഡിയോകളൊക്കെ തന്നെ വൈറലാവുകയും അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ തന്റെ തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിലും അതിനുശേഷം ഈ പറയുന്ന പാർട്ടിയുടെ സൈബർ വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെയാണ് ഏറ്റവും ഒടുവിൽ UDF-നെതിരായിട്ടുള്ള ആക്രമണം എന്നുള്ള നിലയിൽ മകനെ മടങ്ങി വരൂ, ഇരുണ്ട കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു വെബ്സൈറ്റ് തുടങ്ങിക്കൊണ്ട് UDF-നെതിരെ ഒരു ആക്രമണം എന്നുള്ള നിലയിൽ ഒരു പ്രചരണത്തിന് തുടക്കമിട്ടിരുന്നു. UDF-ന്റെ 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിലെ അഴിമതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മന്ത്രിമാർക്കെതിരെയും അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണത് തുടക്കമിട്ടത്. എന്നാൽ 2016 മുതൽ 21 വരെ ഈ 10 വർഷക്കാലത്ത് യാതൊരു അഴിമതിയും ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു. ആ നീക്കത്തിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിലൊരു പൊട്ടിത്തെറി സൈബർ വിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ടീമിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ CPM-ന് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ ഒരു അതൃപ്തി വിങ്ങിൽ പുകയുന്നുണ്ടായിരുന്നു, ടീമിൽ പുകയുന്നുണ്ടായിരുന്നു. നികേഷ് കുമാറിന്റെ ഏകാധിപത്യ നടപടികൾ, നികേഷ് കുമാറിനെ MV ഗോവിന്ദനാണ് സംരക്ഷിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഈ പുറത്തുപോയവർ ഉന്നയിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ തുടരാൻ ആകില്ല, അദ്ദേഹത്തിന്റെ പോക്ക് ശരിയല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയാകുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും അത്തരമൊരു നിലപാടിനോട് യോജിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടിയോട് തനിക്ക് ഇതിലുള്ള അതൃപ്തി തുറന്ന് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് സൈബർ വിങ്ങിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയല്ല, മറിച്ച് പാർട്ടിയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ടിയെ ഇകഴ്ത്തിക്കാട്ടാനാണ് ഉപകരിക്കുന്നത്. എതിരാളികൾക്ക് ആയുധം നൽകുന്ന പരിപാടികളാണ് സൈബർ വിങ്ങിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാർട്ടിക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ ഈ പറയുന്ന വിമർശനങ്ങളെ ഒന്നും തന്നെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം ഏറെ കാലമായിട്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സൈബർ വിങ്ങിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറി. ഇനിയിപ്പോൾ എന്ത് തീരുമാനമാകും പാർട്ടിയിൽ നിന്നും ഉണ്ടാവുക? നികേഷ് കുമാറിനെ ഇതിൽ നിന്നും മാറ്റുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ പാർട്ടിക്ക് ആലോചിക്കേണ്ടി വരും. എന്തായാലും സൈബർ വിഭാഗത്തിന്റെ ആ പ്രവർത്തനം ഇപ്പോൾ തകർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സൈബർ ടീം അത് ഛിന്ന ഭിന്നമായി മാറിയിരിക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ നികേഷ് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് ഇവരുടെ ഈ സൈബർ വിങ്ങാണ് ഞങ്ങളുടെ ഐശ്വര്യം, അവരിങ്ങനെ തുടരട്ടെ. തനിക്കെതിരെ ദിവസം ഏതാണ്ട് 20 റീലുകളും അതിന് ഒത്തുള്ള കാർഡുകളും ഒക്കെ തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തനിക്ക് ഗുണകരമായിട്ട് തന്നെയാണ് മാറുന്നത്. താൻ ഇങ്ങനെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അത് അവർ അങ്ങനെ തന്നെ തുടരട്ടെ, അതിൽ തനിക്ക് യാതൊരു പരിഭവവുമില്ല, ഈ ടീം തന്നെ തുടരണം എന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാത്രവുമല്ല, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കളും ഈ പറയുന്ന സൈബർ വിങ്ങിലെ ആളുകളും ഒക്കെ തന്നെ പറയുന്നത് ഈ പറയുന്ന CPM-ന്റെ സൈബർ വിഭാഗം കൈകാര്യം ചെയ്യുന്നവർക്ക്, PR വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് പ്രതിഫലം കൊടുക്കണമെങ്കിൽ അത് UDF തന്നെ കൊടുക്കണം. കാരണം അവരുടെ PR വർക്കുകളൊക്കെ തന്നെ UDF-ന് അനുകൂലമായിട്ടാണ് മാറുന്നത്. ആ ഒരു ടീമിനെ LDF നിലനിർത്തണം, അതിന് UDF തന്നെ അവർക്ക് പ്രതിഫലം കൊടുക്കാനുള്ള നീക്കം നടത്തണം എന്നതുൾപ്പെടെയുള്ള വലിയ പരിഹാസങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നിറയുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്രചരണ വിഭാഗത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അത് CPF-ന് ചെറുതല്ലാത്തൊരു തലവേദനയും പ്രതിസന്ധിയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.